+1 മാത്തമാറ്റിക്സിൽ നമുക്ക് 16 ചാപ്റ്ററുകൾ പഠിക്കുവാനുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സ്. സെറ്റ്സിലെ ആദ്യത്തെ 2 സെക്ഷനുകളായ സെക്ഷൻ 1.1 സെക്ഷൻ 1.2 സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ്സ്. ഈ ചിത്രത്തിൽ കാണുന്ന ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യനെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇദ്ദേഹമാണ് ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ജോർജ് കാണ്ടർ. ജോർജ് കാണ്ടറാണ് സെറ്റ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസും ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ദ തിയറി ഓഫ് സെറ്റ്സ് വാസ് ഡെവലപ്ഡ് ബൈ ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ജോർജ് കാണ്ടർ. ഇനി നമുക്ക് സെറ്റിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. A set is a well-defined collection of distinct objects. വെൽ-ഡിഫൈൻഡിന്റെ അർത്ഥം വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. കളക്ഷൻ കൂട്ടം, ഡിസ്റ്റിങ്ക്റ്റ് വ്യത്യസ്തങ്ങളായ, ഓബ്ജക്ട്സ് വസ്തുക്കൾ, അതായത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഒരു കൂട്ടം വസ്തുക്കളെയാണ് നമ്മൾ സെറ്റ് എന്ന് പേര് വിളിക്കുന്നത്. സെറ്റിന്റെ ഡെഫിനിഷനെ സംബന്ധിച്ച് വെൽ ഡിഫൈൻഡ് എന്ന ഫ്രേസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിനെ ബേസ് ചെയ്തിട്ട് വെൽ ഡിഫൈൻഡ് എന്ന ഫ്രേസിന്റെ അർത്ഥം, നമ്മൾ ഒരു ഓബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഓബ്ജക്റ്റ് നമ്മുടെ കളക്ഷനകത്ത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആയിട്ട് മാറും. വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ ആ കളക്ഷൻ ഒരു സെറ്റ് ആയിത്തീരുകയും ചെയ്യും. ഇനി നമുക്ക് സെറ്റിന്റെ കുറച്ച് എക്സാമ്പിളിലേക്ക് പോകാം. ഈ എക്സാമ്പിളുകൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കളക്ഷൻ സെറ്റ് ആണോ അല്ലയോ എന്ന് പറയുവാൻ സാധിക്കും. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. The collection of all the months of a year beginning with the letter J. ജയിൽ തുടങ്ങുന്ന മാസങ്ങളുടെ കളക്ഷൻ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. ജയിൽ തുടങ്ങുന്ന മാസങ്ങൾ ഇവയാണ്: ജാനുവരി, ജൂൺ, ജൂലൈ. ഇനി നമുക്ക് കുറച്ച് ഓബ്ജക്റ്റുകൾ പറഞ്ഞു നോക്കാം. ഫെബ്രുവരി. നമുക്ക് പറയാം ഫെബ്രുവരി ഈ കളക്ഷനകത്ത് ഉൾപ്പെടില്ല. ബുക്ക്. ബുക്ക് എന്ന ഓബ്ജക്റ്റും ഈ കളക്ഷനകത്ത് ഉൾപ്പെടില്ല. ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു നോക്കാം. ഫോൺ. ഫോൺ എന്ന ഓബ്ജക്റ്റും ഈ കളക്ഷനകത്ത് ഉൾപ്പെടില്ല. ഇനി നമ്മൾ ജൂൺ എന്ന ഓബ്ജക്റ്റ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും ജൂൺ ഈ കളക്ഷനകത്ത് ഉൾപ്പെടും. ഇങ്ങനെ ഏത് ഓബ്ജക്റ്റ് എടുത്തിരുന്നാലും ആ ഓബ്ജക്റ്റ് ഈ കളക്ഷനകത്ത് ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. Therefore, this collection is a set. ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് പോകാം. The collection of all vowels in the English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്വരാക്ഷരങ്ങളുടെ കളക്ഷൻ. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്വരാക്ഷരങ്ങൾ ഇവയാണ്: എ, ഇ, ഐ, ഒ, യു. നമുക്ക് കുറച്ച് ഒബ്ജക്റ്റുകളും എടുക്കാം. പെൻ, യു, ഡെസ്ക്, ഫ്ലവർ, ഐ. ഇത്രയും ഒബ്ജക്റ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഒബ്ജക്റ്റ് പെൻ. നമുക്കറിയാം പെൻ എന്ന ഒബ്ജക്റ്റ് ഈ കളക്ഷനിൽ ഉൾപ്പെടില്ല. യു കളക്ഷനിൽ ഉൾപ്പെടും. ഡെസ്ക് എന്ന ഓബ്ജക്റ്റും ഉൾപ്പെടില്ല. ഫ്ലവർ എന്ന ഓബ്ജക്റ്റും ഉൾപ്പെടില്ല. ഐ എന്ന ഓബ്ജക്റ്റ് ഉൾപ്പെടും. ഇതുപോലെ ഏത് ഒബ്ജക്റ്റ് നമ്മൾ എടുത്താലും
ഈ കളക്ഷനിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. Therefore, this collection is well defined, hence this collection is a set. ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് പോകാം. The collection of all natural numbers. എണ്ണൽ സംഖ്യകളുടെ കളക്ഷൻ, എണ്ണൽ സംഖ്യകളുടെ കൂട്ടം. നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് 10th നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, etc. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പേര് വിളിക്കുന്നത്. അവ ഇതാണ്: 1, 2, 3, 4, 5, etc. ഇനി നമുക്ക് കുറച്ച് ഓബ്ജക്റ്റുകൾ എടുക്കാം. -10, 10, പെൻസിൽ, ഗ്ലാസ്, കപ്പ്, എക്സെട്ര. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ -10 എന്ന ഓബ്ജക്റ്റ്, -10 ഒരു നെഗറ്റീവ് നമ്പറാണ്. ഈ നമ്പർ എണ്ണൽ സംഖ്യയിൽ ഉൾപ്പെടില്ല. അടുത്തത് 10 ഒരു എണ്ണൽ സംഖ്യയാണ്, കളക്ഷനിൽ ഉൾപ്പെടും. പെൻസിൽ ഉൾപ്പെടില്ല, ഗ്ലാസ് ഉൾപ്പെടില്ല, കപ്പ് ഉൾപ്പെടില്ല. ഇവിടെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും ഏതൊക്കെ ഓബ്ജക്റ്റുകളാണ് ഇതിനകത്തുള്ളത്, ഏതൊക്കെയാണ് ഇതിനകത്ത് വരാത്തതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. അടുത്ത കളക്ഷനിലേക്ക് പോകാം. ദ കളക്ഷൻ ഓഫ് 5 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. എന്നോട് ഈ കളക്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ ഞാൻ എഴുതുന്നത് ഇവയായിരിക്കും: രവീന്ദ്രനാഥ ടാഗോർ, അരുന്ധതി റോയ്, വിക്രം സേത്ത്, R.K. നാരായൺ, അനിത ദേശായി. അങ്ങനെ 5 പേരുടെ പേരുകളായിരിക്കും ഞാൻ എഴുതുന്നത്. ഇനി അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചേതൻ ഭഗത്തിനെ ഇഷ്ടമാണെങ്കിൽ ആദ്യം എഴുതുന്നത് ചേതൻ ഭഗത്തായിരിക്കും. എൻ്റെ കളക്ഷനകത്ത് അതില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും എഴുതുന്നത് ഓരോ ആൻസറുകളായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരേ ആൻസർ തന്നെ ഒരിക്കലും കിട്ടില്ല ഈ കളക്ഷനിൽ. അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും. ഈ കേസിൽ നമ്മൾ ഓരോരുത്തരും എഴുതുമ്പോൾ ഓരോ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് നോട്ട് എ സെറ്റ്. നമുക്കിനി അടുത്ത കളക്ഷനിലേക്ക് പോകാം. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ്. ഇത് എന്നോട് എഴുതാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്റ്സ്മാൻ ഗവാസ്കർ ആണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന കളക്ഷനകത്ത് അദ്ദേഹം ഉൾപ്പെടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കളക്ഷൻ എഴുതുമ്പോഴും നമ്മൾ ഓരോരുത്തരും എഴുതുന്ന ആൻസർ വ്യത്യസ്തങ്ങളായിരിക്കും. എല്ലാം ആൻസറുകളും ഒന്നാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കളക്ഷനും വെൽ ഡിഫൈൻഡ് അല്ല. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് നോട്ട് എ സെറ്റ്. ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് പോകാം. ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. ഇതിന്റെ ആൻസർ എഴുതുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും: 1, 2, 3, etc. to 99. 100-നേക്കാൾ ചെറുതായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ കളക്ഷൻ. അപ്പൊ 100-നേക്കാളും ചെറുതായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ 1 മുതൽ 99 വരെയുള്ള സംഖ്യകളായിരിക്കും. ഈ കളക്ഷനിൽ നമുക്ക് ഏതൊക്കെ ഓബ്ജക്റ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടും, ഏതൊക്കെ ഓബ്ജക്റ്റുകൾ ഉൾപ്പെടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. അടുത്ത കളക്ഷൻ, ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദി വേൾഡ്. ഇത് എന്നോട് എഴുതുവാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം എഴുതുന്ന അനിമൽ ഇതായിരിക്കും: സ്നേക്ക്. ഇതേ കളക്ഷൻ തന്നെ ബാബാ സുരേഷിനോട് എഴുതാൻ പറയുകയാണെങ്കിൽ ഈ കളക്ഷനകത്ത് ഒരു കാരണവശാലും സ്നേക്ക് ഉൾപ്പെടില്ല. അപ്പോൾ നമ്മൾ
അതുകൊണ്ട് തന്നെ ഈ കളക്ഷനും വെൽ ഡിഫൈൻഡ് അല്ല. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് നോട്ട് എ സെറ്റ്. ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് പോകാം. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ തകഴി ശിവശങ്കര പിള്ളൈ. ഇവിടെ ഈ കളക്ഷന്റെ ആൻസർ നമ്മൾ ആരെഴുതിയിരുന്നാലും ഒരേ ഉത്തരമായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഓരോ ഒബ്ജക്റ്റ് പറയാം. ചെമ്മീൻ. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും ചെമ്മീൻ ഈ കളക്ഷനകത്ത് ഉൾപ്പെടും. വേറൊരു ഒബ്ജക്റ്റ് ആടുജീവിതം പറയുകയാണെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും ആടുജീവിതം ഈ കളക്ഷനകത്ത് ഉൾപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് പോകാം. ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മൾ എടുക്കുന്ന ഓബ്ജക്റ്റ് ഭാരതപ്പുഴയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഭാരതപ്പുഴ ഈസ് ആൻ ഒബ്ജക്റ്റ് ഇൻ ദിസ് കളക്ഷൻ. ഈ കളക്ഷനകത്ത് ഭാരതപ്പുഴ ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കും. നമ്മൾ എടുക്കുന്ന ഓബ്ജക്റ്റ് നൈൽ ആണെങ്കിൽ നമുക്ക് പറയാം നൈൽ ഈ കളക്ഷനകത്ത് ഉൾപ്പെടില്ല. അപ്പോൾ ഏതൊക്കെ ഓബ്ജക്റ്റുകൾ ഉൾപ്പെടും, ഏതൊക്കെ ഉൾപ്പെടില്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും, വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. therefore this collection is a set. അടുത്ത കളക്ഷനിലേക്ക് പോകാം. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210. ഇതും നേരത്തെ പറഞ്ഞതുപോലെ 210ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെ നമ്പറുകൾ പ്രൈം ഫാക്ടേഴ്സ് ആണ്, ഏതൊക്കെ നമ്പറുകൾ പ്രൈം ഫാക്ടറുകൾ അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കേസിലും നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ കളക്ഷനും വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് ഈ കളക്ഷൻ ഒരു സെറ്റ് ആയിരിക്കും. ഒരു കളക്ഷൻ തരികയാണെങ്കിൽ നമുക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. ഇനി നമുക്ക് സെറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. Objects of a set are also called as elements, members or points. ഒരു സെറ്റിലെ ഓബ്ജക്റ്റുകളെ ഇനി നമ്മൾ വിളിക്കാൻ പോകുന്ന പേരുകളാണ് എലമെന്റ്സ്, മെമ്പേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡാണ് എലമെന്റ്സ്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് എലമെന്റ്സ്. ഇനി നമ്മൾ ഒരു സെറ്റിലെ ഓബ്ജക്ട്സ് എന്ന് വിളിക്കത്തില്ല, അതിനു പകരം വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. അടുത്തറിഞ്ഞിരിക്കേണ്ട കാര്യം, സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ, ബി, എക്സ്, വൈ എക്സെട്ര. നമുക്ക് പേരുള്ളതുപോലെ തന്നെ സെറ്റ് എഴുതുമ്പോൾ അതിനും ഒരു പേര് നമ്മൾ കൊടുക്കണം. ആ പേര് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് പേരായിട്ട് കൊടുക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത, ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ റെപ്രസെന്റഡ് ബൈ സ്മാൾ ലെറ്റേഴ്സ് എ, ബി, എക്സ്, വൈ എക്സെട്ര. നമ്മൾ ഒരു സെറ്റിലെ എലമെന്റ്സ് അല്ലെങ്കിൽ ഓബ്ജക്റ്റുകളെ ജനറലായിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ സ്മാൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാം. ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. ഒന്നാമത് പറഞ്ഞത് സെറ്റിലെ ഓബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്. രണ്ടാമത്തെ കാര്യം, സെറ്റിന് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് പേര് കൊടുക്കും. മൂന്നാമത്തെ കാര്യം, സെറ്റിലെ ഓബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സുകളെ സ്മാൾ ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. Sets and their representations. There are two methods of representing a set. ഒന്നാമത്തത് റോസ്റ്റർ ഓർ ടാബുലർ ഫോം, രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ്. ഒരു സെറ്റിനെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഒന്നാമത്തെ രീതിയെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം. രണ്ടാമത്തെ രീതിയെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. ഇതിൽ ആദ്യത്തേത് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
roster or tabular form. In roster form, all the elements are listed. The elements are being separated by commas and are enclosed within braces. അപ്പോൾ റോസ്റ്റർ ഫോമിൽ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ സെറ്റിലെ എലമെന്റ്സ് അല്ലെങ്കിൽ ഓബ്ജക്റ്റുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അടുത്തത് ആ എലമെന്റുകളെ കോമയിട്ട് വേർതിരിക്കണം. അടുത്തത് ബ്രേസസ് ഇട്ട് ക്ലോസ് ചെയ്യണം. ഈ ബ്രാക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേസസ്. വേറൊരു പേരും കൂടെ ഉണ്ട്, കർലി ബ്രാക്കറ്റ്. റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, സെറ്റിലെ എലമെന്റ്സുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ആ എലമെന്റുകളെ കോമയിട്ട് വേർതിരിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, എലമെന്റുകളെ എല്ലാം കൂടെ ചേർത്ത് കർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രേസസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കണം. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എലമെന്റ്സിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിൽ എഴുതാം. ഇൻ റോസ്റ്റർ ഫോം, ഓർഡർ ഓഫ് ദി എലമെന്റ്സ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓർഡറിന് യാതൊരുവിധ ഇമ്പോർട്ടൻറ്റും ഇല്ല. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എലമെന്റ്സിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിൽ എഴുതാം. ഇൻ റോസ്റ്റർ ഫോം, ആൻ എലമെന്റ് ഈസ് നോട്ട് ജനറലി റിപ്പീറ്റഡ്. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഒരു എലമെന്റ് ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ സാധാരണ എഴുതാറില്ല. ഒരു എലമെന്റ് ഒരു തവണ മാത്രമേ എഴുതുവാൻ പാടുള്ളൂ. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ സെറ്റിലെ എലമെന്റുകളെ ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം കോമയിട്ട് ആ എലിമെന്റുകളെ വേർതിരിക്കുക. ഇനി ആ എലിമെന്റുകളെ എല്ലാം കൂടെ ചേർത്ത് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യും. ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്രേസസ് അല്ലെങ്കിൽ കർലി ബ്രാക്കറ്റ്. ഇനി റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എലമെന്റുകളെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിൽ എഴുതാം. ഇനി അടുത്ത കാര്യം, റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഒരു എലമെന്റ് ഒരു തവണയെ എഴുതുവാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. റൈറ്റ് ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇൻ റോസ്റ്റർ ഫോം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്വരാക്ഷരങ്ങളുടെ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ സെറ്റിന് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കാം. ഇനി നമുക്ക് ഈക്വൽ ഇടാം. എ ഈക്വൽ ടു ആ എലമെന്റ്സ് അല്ലെങ്കിൽ ഈ കളക്ഷനകത്തുള്ള എലമെന്റ്സുകളെല്ലാം കൂടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ്. ആ വവൽസ് എ, ഇ, ഐ, ഒ, യു എല്ലാം ലിസ്റ്റ് ചെയ്യുക. ഇതുപോലെ എഴുതി വയ്ക്കുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ എലമെന്റും അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റും എഴുതിയതിനു ശേഷം കോമയിട്ട് വേർതിരിക്കുക. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് എന്ന സെറ്റിലെ ഓബ്ജക്റ്റുകളാണ് എയും, ഇയും, ഐയും, ഒയും, യുവും. അവ കോമയിട്ട് എഴുതി വയ്ക്കുക. ഇനി ഇത്രയും എഴുതിയതിനു ശേഷം ഇതിനെ കർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രേസസ് ഇട്ട് ക്ലോസ് ചെയ്യും. ഇത്രയും എഴുതി കഴിയുമ്പോൾ നമുക്ക് റോസ്റ്റർ ഫോം കിട്ടിക്കഴിയും. വളരെ എളുപ്പത്തിൽ ഏത് സെറ്റ് തന്നിരുന്നാലും നമുക്കതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുവാൻ സാധിക്കും. ഈ മോഡൽ നമ്മുടെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 2. Write the solution set of the equation x square minus 16 equal to 0 in roster form. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ 10th കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0, അതിൽ -16നെ റൈറ്റിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 ആയിരിക്കും. ഇനി റൂട്ട് എടുത്താൽ മതി. റൂട്ട് എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു +or -4 എന്ന് കിട്ടും. അപ്പോൾ ഈ സെറ്റിലെ ഓബ്ജക്റ്റുകളാണ് -4 +4. നമുക്കൊന്ന് എഴുതി നോക്കാം, ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം പേര് കൊടുക്കുക. നമുക്ക്
എ എന്ന് നേരത്തെ പേര് കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. ബി ഈക്വൽ ടു അത് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ -4 +4 നമ്മൾ എഴുതി. ഇനി നമുക്ക് കർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രേസസ് കൊണ്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ ബി ഈക്വൽ ടു സെറ്റ് -4 എന്ന് കിട്ടി. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 3. റൈറ്റ് ദി സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ഇൻ റോസ്റ്റർ ഫോം. മാത്തമാറ്റിക്സ് എന്ന വേർഡിലെ ലെറ്റേഴ്സിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. അപ്പോൾ ഇവിടെ അടുത്ത പേര് നമുക്ക് സി എന്ന് കൊടുക്കാം. സി എന്ന് പറയുന്ന ലെറ്റർ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് വേറൊരു പേരിട്ട് കൊടുക്കാം. ഡി, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സി എന്ന് കൊടുക്കണതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് സി ഇതിനകത്ത് ഒരു ലെറ്റർ ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഡി എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഡി ഈക്വൽ ടു, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സെറ്റിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഓരോ ലെറ്റർ ആയിട്ട് എഴുതി നോക്കാം. ആദ്യം വന്നിട്ടുള്ള ലെറ്റർ എം ആണ്. എം നമുക്ക് എഴുതാം, കോമ. അടുത്ത ലെറ്റർ എ ആണ്, എ എഴുതാം, കോമ. അടുത്ത ലെറ്റർ ടി ആണ്, ഇനി നമുക്ക് ടി എഴുതാം, കോമ. അടുത്ത ലെറ്റർ എച്ച് ആണ്, എച്ച് നമുക്ക് എഴുതാം, കോമ. അടുത്ത ലെറ്റർ ഇ ആണ്, ഇ നമുക്ക് എഴുതാം, കോമ. അടുത്ത ലെറ്റർ എം ആണ്. നമ്മൾ ഒരു തവണ എം എഴുതി, ഇനി വീണ്ടും എം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു സെറ്റ് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സെറ്റിനകത്ത് ഒരു എലമെന്റ് ഒരു തവണയെ എഴുതുവാൻ പാടുള്ളൂ. അപ്പൊ എം നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്, ഇനി നമ്മൾ എം എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ലെറ്റർ എ, അതും വന്നിട്ടുണ്ട്, ഇനി നമുക്ക് എ ഇനി എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ലെറ്റർ ടി, ടി ആണ്, ടിയും നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ലെറ്റർ ഐ, ഐ വന്നിട്ടില്ല, ഇനി നമുക്ക് അടുത്ത ഐ എഴുതാം. അടുത്ത ലെറ്റർ സി ആണ്, സി വന്നിട്ടില്ല, സി എഴുതാം. അടുത്ത ലെറ്റർ എസ് ആണ്, നമുക്ക് എഴുതാം എസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെറ്റിനകത്ത് ഒരു എലമെന്റ് ഒരു തവണയെ എഴുതുവാൻ പാടുള്ളൂ. ഇനി നമുക്ക് ക്ലോസ് ചെയ്യണം. കർലി ബ്രാക്കറ്റ് നമുക്ക് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ലഭിക്കുന്നത്. ഡി ഈക്വൽ ടു സെറ്റ് എം എ ടി എച്ച് ഇ ഐ സി എസ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി കാണും. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ആദ്യം പേര് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് സെറ്റാണോ തന്നിരിക്കുന്നത് ആ സെറ്റിനകത്ത് വരുന്ന ഓബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എലമെന്റുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുമ്പം കോമയിട്ട് വേർതിരിക്കുക. അതിനുശേഷം കർലി ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യുക. ഇനി ഒരു എലമെന്റ് നമ്മൾ ഒരു തവണയെ എഴുതുവാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏത് പ്രോബ്ലം വന്നിരുന്നാലും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ എലമെന്റുകൾ എഴുതുന്ന ഒരു ചെറിയ നൊട്ടേഷനും കൂടെ നോക്കാം. നമുക്കൊരു സെറ്റ് എടുക്കാം. കൺസിഡർ ദ സെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. ക്യാപിറ്റൽ എ എന്ന സെറ്റിലെ ഒരു ഓബ്ജക്റ്റ് ആണ് സ്മാൾ ലെറ്റർ എ. സ്മാൾ ലെറ്റർ എ ക്യാപിറ്റൽ എ എന്ന സെറ്റിലെ ഒരു ഓബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം, സ്മാൾ ലെറ്റർ എ ഈസ് ആൻ ഓബ്ജക്റ്റ് ഓഫ് എ. സ്മാൾ ലെറ്റർ എ ഈസ് ആൻ ഓബ്ജക്റ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ. ഇതിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ. ഇങ്ങനെയും എഴുതാം, എ ഈസ് എ മെമ്പർ ഓഫ് എ. ഇതിന് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, എ ബിലോങ്സ് ടു എ. 4 രീതിയിലും നമുക്ക് എഴുതാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും പറയുന്നതും എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എ. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചാൽ മതി. എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എ. ഈ 2 സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ ഈ സിമ്പൽ ഇടുക, അതിനുശേഷം ക്യാപിറ്റൽ എ. ഇതിന് വായിക്കേണ്ടത് എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എ. അപ്പോൾ ഈ സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത് എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എ. ഇതിന്റെ അർത്ഥം ക്യാപിറ്റൽ എ എന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ് സ്മാൾ ലെറ്റർ എ. ഇനി നമ്മൾ ബി എന്ന ഓബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ
ആ ഓബ്ജക്റ്റ് എ എന്ന സെറ്റിൽ ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബി ഈസ് നോട്ട് ആൻ ഓബ്ജക്റ്റ് ഓഫ് എ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ബി ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ബി നോട്ട് ബിലോങ്സ് ടു എ. ഈ മൂന്ന് രീതിയിൽ ഏത് രീതിയിലും പറയാം. ഇതിനെ നമ്മൾ സിമ്പൽ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബി നോട്ട് എലമെന്റ് എ. ആദ്യത്തെ നമ്മൾ വായിക്കേണ്ടത് എ എലമെന്റ് എ. എ എന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ് സ്മോൾ ലെറ്റർ എ. രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ബി ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ, അല്ലെങ്കിൽ ബി നോട്ട് ബിലോങ്സ് ടു എ. ഇതിന്റെ അർത്ഥം ബി എന്ന ഓബ്ജക്റ്റ് എയിലെ എലമെന്റ് അല്ല. ഇനി നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് പോകാം. സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ്. In set builder form, we denote the elements of the set by using a symbol x followed by a colon. After the sign of colon, we write the property possessed by the elements of the set and then enclose the whole description within braces. ഇതും വളരെ എളുപ്പം ആണ്. റോസ്റ്റർ ഫോമിൽ നമ്മൾ എല്ലാ എലമെന്റുകളും ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ആ എലമെന്റുകൾക്ക് പകരമായിട്ട് നമ്മൾ ഒരു സിമ്പൽ ഉപയോഗിക്കുക. ആ സിമ്പൽ എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എക്സ് എഴുതിയതിന് ശേഷം കോളൻ ഇടുക. കോളൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെറ്റിലെ എലമെന്റുകൾക്ക് കോമൺ ആയിട്ട് എന്താണ് പ്രോപ്പർട്ടി ഉള്ളത് ആ പ്രോപ്പർട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിരിക്കും. അതിനുശേഷം ഇവയെല്ലാം കൂടെ ചേർത്ത് ബ്രേസസ് ഇട്ട് ക്ലോസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 3 കാര്യങ്ങളാണ്. ആദ്യം എഴുതേണ്ടത് എല്ലാ എലമെന്റുകൾക്കും പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിമ്പൽ ഉപയോഗിക്കാം. ആ സിമ്പൽ എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ ആകാം. അതിനുശേഷം കോളൻ എന്ന സിമ്പൽ ഇടുക. അതിനുശേഷം നമ്മുടെ സെറ്റിലെ എലമെന്റുകൾക്ക് എന്താണ് പ്രോപ്പർട്ടി ഉള്ളത് ആ പ്രോപ്പർട്ടി ഒരു സ്റ്റേറ്റ്മെന്റുമായി എഴുതുക. ഇവ എല്ലാത്തിനെയും കൂടെ ചേർത്ത് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. റൈറ്റ് ദി സെറ്റ് എ ഇ ഐ ഒ യു ഇൻ സെറ്റ് ബിൽഡർ ഫോം. വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുക. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എ എന്ന പേര് കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ എ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ഇടുക. ഇനി നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയതുപോലെ തന്നെ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെറ്റിലെ എലമെന്റുകളാണ് എ ഇ ഐ ഒ യു. 5 എലമെന്റുകളുണ്ട്. ഈ 5 എലമെന്റുകൾക്കും ജനറൽ ആയിട്ട് നമ്മളൊരു പേര് കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ ഉപയോഗിക്കാം. സ്മോൾ ലെറ്റർ എക്സ് വൈ സെഡോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. നമുക്കിവിടെ എക്സ് എന്ന് പേര് കൊടുക്കാം. ഈ സെറ്റിലെ ഓബ്ജക്റ്റുകളായ എക്കും ഇക്കും ഐക്കും ഒയ്ക്കും യുക്കും ജനറലായിട്ട് നമ്മൾ കൊടുത്ത പേരാണ് എക്സ്. അതിനുശേഷം കോളൻ ഇടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള സെറ്റിലെ എലമെന്റുകൾക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഈ സെറ്റിലെ എലമെന്റുകളാണ് എ ഇ ഐ ഒ യു. അവയുടെ പ്രോപ്പർട്ടിയാണ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ് ഈ തന്നിട്ടുള്ളത്. അത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതി വയ്ക്കുക. ഇനി നമുക്ക് എഴുതാം എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമ്മൾ ഇവിടെ ചെയ്തത് ആദ്യം സെറ്റിന് പേര് കൊടുത്തു, അടുത്ത് ഈക്വൽ ടു, അടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ സെറ്റിലെ എലമെന്റുകൾക്കെല്ലാം കൂടി ചേർത്ത് കോമൺ ആയിട്ട് ഒരു പേര് നൽകി എക്സ്. അതിനുശേഷം കോളൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ എക്സ് എന്താണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതി വെച്ചു. ഇവിടെ തന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതിനുശേഷം ബ്രാക്കറ്റ് കർലി ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യും. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സെറ്റ് ബിൽഡർ ഫോമിൽ ആയിക്കഴിയും. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. അടുത്ത എക്സാമ്പിൾ. റൈറ്റ് ദി സെറ്റ്
set 2, 4, 6, 8, etc. in set builder form. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 2, 4, 6, 8 എക്സെട്ര ആണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ്. അത് ഇരട്ട എണ്ണൽ സംഖ്യകളാണ്, അതായത് ഇവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. നമുക്കൊരു പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇ എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം ഈക്വൽ ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് 2, 4, 6, 8 ഈ സംഖ്യകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവയ്ക്ക് കോമൺ ആയിട്ട് നമ്മൾ പേര് എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ കൊടുക്കാം. എക്സ് എന്ന് കൊടുത്താലും മതി. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് കോളൻ ഇടുക. ഇനി നമുക്ക് തന്നിട്ടുള്ള എലമെന്റ്സ് 2, 4, 6, 8 ആണ്. അവയുടെ കോമൺ പ്രോപ്പർട്ടി എഴുതുക. ഇവിടെ തന്നിട്ടുള്ളത് ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ആ ഇവൻ നാച്ചുറൽ നമ്പേഴ്സിന് കോമൺ ആയിട്ടാണ് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തത്. ഇനി എക്സ് എന്താണെന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് ഈസ് ആൻ ഇവൻ നാച്ചുറൽ നമ്പർ. ഇനി ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് ദി സെറ്റ് MATHEICS ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മാത്തമാറ്റിക്സ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് ആണ് നമുക്ക് സെറ്റായിട്ട് തന്നിട്ടുള്ളത്. ഈ സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്കൊരു പേര് കൊടുക്കാം, ബി എന്ന പേര് കൊടുക്കാം. അടുത്ത് ഈക്വൽ ഇടുക, ബ്രാക്കറ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അടുത്ത് നമ്മൾ ഇനി എഴുതേണ്ടത് എന്താണ്? എക്സ്. ഇനി എന്ത് സിമ്പൽ ഇടും? കോളൻ. ഇനി നമ്മൾ എന്ത് എഴുതും? എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആദ്യം പേര് കൊടുക്കുക, ഈക്വൽ ഇടുക, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റുകൾക്കെല്ലാം കൂടി ചേർത്ത് കോമൺ ആയിട്ട് എക്സ് എന്ന പേര് കൊടുക്കുക. അടുത്ത് സിമ്പൽ കോളൻ എന്ന സിമ്പൽ ഇടുക. അതിനുശേഷം എന്താണോ നമ്മുടെ സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ കോമൺ പ്രോപ്പർട്ടി, ആ കോമൺ പ്രോപ്പർട്ടി ഒന്ന് എഴുതുക. അപ്പോൾ എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. ഇനി നമുക്ക് ഇനിയുള്ള ചാപ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കറിയേണ്ടത് എൻ. എൻ ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇതാണ്, സെറ്റ് 1, 2, 3, 4 എക്സെട്ര. അപ്പോൾ ഇനി എൻ കണ്ടു കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് നമ്മുടെ മനസ്സിൽ വരണം. അതായത് NL സംഖ്യകളുടെ സെറ്റ്. അടുത്ത സെറ്റ് ഇതാണ് ഇസഡ്, ദ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. അപ്പോൾ ഇസഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് നമുക്കറിയാം, 0, 1, 2, 3, 4 എക്സെട്ര, -1, -2, -3, -4 എക്സെട്ര. ഈ സെറ്റിനെ നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ഇസഡ്. അടുത്ത ഇസഡ് പ്ലസ്. നമുക്കറിയാം ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആകുമ്പോൾ 1, 2, 3, 4 മാത്രമേ വരുള്ളൂ. 0 പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2, 3, 4 എക്സെട്ര ആണ്. അതിൻ്റെ സിമ്പൽ ഇസഡ് പ്ലസ് ആണ്. അടുത്തത് Q, ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് P/Q വെയർ Q നോട്ട് ഈക്വൽ ടു 0 ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. റാഷണൽ നമ്പേഴ്സിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q ആണ്. അടുത്തത് Q പ്ലസ്, ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അടുത്തത് R ആണ്, ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അതായത് രേഖീയ സംഖ്യകളുടെ സെറ്റ് R. അടുത്ത R പ്ലസ്, ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇത്രയും നൊട്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന ചാപ്റ്ററുകളിലെല്ലാം ഈ നൊട്ടേഷൻസ് കാണും. ഈ നൊട്ടേഷൻസ് കാണുമ്പോൾ തന്നെ ഏതൊക്കെ സെറ്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയും. റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും ഉള്ള കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഇത്രയും ഭംഗിയായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്കിനി ബാക്കിയുള്ള പ്രോബ്ലങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ.